ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പച്ചരി കൊണ്ട് അപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചരി 3 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകിയതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് തേങ്ങ പീര ഇട്ട് കൊടുക്കുകയാണേ. ഒരു 3 സ്പൂൺ തേങ്ങാപ്പീര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 2 സ്പൂണ് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 സ്പൂണ് പഞ്ചസാരയും ഒരു നുള്ള് ഈസ്റ്റും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് ഓവർനൈറ്റ് വെക്കുവാണ് കേട്ടോ. ഓവർനൈറ്റ് നമ്മളിത് വെച്ചതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസം കാലത്തെ തന്നെ എടുത്തിട്ട് നമ്മളിത് മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ഗ്രൈൻഡറിലോ നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ രാവിലെ എടുക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം തന്നെ മതിയാകും. എന്നിട്ട് നമ്മളൊരു അപ്പത്തിൻ്റെ പരുവത്തിൽ നമ്മളിത് അരച്ച് എടുക്കുകയാണ് കേട്ടോ. എന്നിട്ടൊരു അരമണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഇതിനകത്ത് വേറെ കൂട്ടൊന്നും വേണ്ട, അരമണിക്കൂർ മാത്രം വെച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. എന്നിട്ട് നമുക്ക് നല്ല അടിപൊളി അപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കും കേട്ടോ, നല്ല ടേസ്റ്റാണേ. എന്നിട്ടുണ്ടല്ലോ അത് ബീഫ് കറിയുടെ കൂടെ ആണ് കൂടുതലും കഴിക്കുക. അപ്പം നമ്മൾ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോഴത്തേനും നമ്മൾ കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയ ചൂടിടില്ല, സിമ്മിൽ മാത്രമേ ഇടാവുള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, ഈ ബാറ്റർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് അങ്ങോട്ട് നമ്മൾ പരത്തൂല. അതിന് ശേഷം ഇങ്ങനെ ഒരു മൂടി എടുത്ത് വെച്ചിട്ട് നമ്മളിത് എടുക്കും കേട്ടോ. എന്നിട്ട് ഇത് വെന്ത് കഴിയുമ്പോഴത്തേനുണ്ടല്ലോ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ. ചെറിയ കട്ടി ഉണ്ടാവും, നല്ല ടേസ്റ്റ് അപ്പമാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് ബീഫ് കറി തന്നെയാണ് ഏറ്റവും ബെറ്റർ. പക്ഷേ ഞാൻ ഇന്നിവിടെ കടലക്കറിയാണ് ഉണ്ടാക്കിയത്. ബീഫിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കടല കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യും. താങ്ക്